നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഈ നനഞ്ഞ മുടി തോർത്തുമുണ്ടുകൊണ്ട് കെട്ടിവെക്കാനായിട്ട് പാടുണ്ടോ എന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ശരിക്കത് പാടില്ല എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഇപ്പം നമ്മൾ വിളക്ക് കൊളുത്താനായിട്ട് വരുന്ന സമയത്ത് തിരക്കിട്ടിട്ട് നേരെ വൈകിയോ വിളക്ക് കൊളുത്താനായിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് വെപ്രാളപ്പെട്ടിട്ടൊക്കെ ആവും വരിക. അപ്പോൾ ഈ നനഞ്ഞ മുടി എന്ത് ചെയ്യും? ഒന്നുകില്ലേ അതേ തോർത്തുമുണ്ട് നനഞ്ഞ തോർത്തുമുണ്ടുകൊണ്ട് തന്നെ ഒന്ന് ചുറ്റി വെക്കും, അല്ലെങ്കിൽ അത് ഉണങ്ങിയ തോർത്തുമുണ്ടുകൊണ്ട് ഒന്ന് കെട്ടിവെക്കും. എന്നിട്ട് അങ്ങനെ തിരക്ക് പിടിച്ച് വന്നിട്ട് ധൃതിയിലെ വിളക്ക് കൊളുത്തും. ശരിക്കും അത് പാടില്ല എന്നാണ് പറയാറുള്ളത് കേട്ടോ. അതിന്റെ കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ശരിക്കും ഇത് പറയാനായിട്ടുള്ള ഒരു കാരണക്കാരിയുണ്ട് കേട്ടോ. ചെറിയൊരു കുട്ടി ആരാധികയാണ്. എനിക്ക് അങ്ങനെ കുറച്ച് കുട്ടി ഫാൻസ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണാം, നാലമ്പലത്തിനകത്ത് വെച്ചും ചുറ്റമ്പലത്തിനകത്ത് വന്നിട്ട് ചെറിയ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കൈ പിടിക്കും. അവരിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് നോക്കി നിൽക്കുള്ളൂ, ഒന്നും മിണ്ടില്ല കേട്ടോ. ഇവരുടെ അമ്മമാരെ ഇത് പേരൻസ് വരുന്നുണ്ടായിരിക്കും. അവരാണ് പറയാ, അയ്യോ മോളായിരുന്നു, മോളെ കണ്ടിട്ട് കുട്ടിക്കാണ് മനസ്സിലായത്, ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾ വിളിച്ചു വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സംസാരിക്കുക. ഇവരൊന്നും മിണ്ടില്ല കേട്ടോ, അങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കുട്ടി ആരാധികമാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെയുള്ള ഒരു കുട്ടി ആരാധിക എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇവരുടെ വീട്ടിലെ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസൊക്കെ കാണും കേട്ടോ. അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് കാണുക. അച്ഛനാണെങ്കിൽ ഈ കുട്ടിയും അമ്മയും ഒക്കെ കുറച്ച് ഭക്തിയുള്ളവരാണ്. പക്ഷെ അച്ഛന് അങ്ങനെ വിശ്വാസമൊന്നും ഇല്ല. കുടുംബകാര്യങ്ങളൊക്കെ നോക്കുമെങ്കിൽ കൂടിയിട്ട് അദ്ദേഹം കുറച്ച് മദ്യപാനം ഒക്കെ നടത്തുന്ന കുറച്ച് വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് കുട്ടി വീഡിയോസൊക്കെ കാണുക. അങ്ങനെ കണ്ടിട്ട് ക്രമേണ അച്ഛനും ഇതൊക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ടോ. ഗുരുവായൂരപ്പൻ്റെ കഥകൾ, ഗുരുവായൂരത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഇപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങിയെന്ന് എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ഭഗവാനെ അവരെ വിളക്ക് വെക്കുന്ന രീതിയൊന്നും അവരുടെ വീട്ടിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വിളക്ക് വെക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവരുടെ വീട്ടിലാണെങ്കിലേ അധികം അങ്ങനെ സാമ്പത്തികമായിട്ട് ഉള്ള ഒരു വീടൊന്നുമല്ല അദ്ദേഹത്തിന്. അതായത് കുട്ടിയുടെ അച്ഛന് അദ്ദേഹം ഡ്രൈവറൊക്കെയാണ്. അപ്പോൾ വീടാണെങ്കിലോ ഇങ്ങനെ തേക്കാത്ത വീടൊക്കെയാണ്, പൂജാമുറിയൊന്നും ഇല്ല, ഭഗവാനെ വെക്കാനായിട്ട് അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നും ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഭഗവാനെ നമുക്ക് നമ്മുടെ ആ ഒരു വീട്ടിലെ എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് വെക്കാം. ഏത് ദിക്കിലേക്ക് വേണമെങ്കിലും തിരിച്ചു വെക്കാം. വിളക്ക് കൊളുത്തുന്ന സമയത്ത് ആ ഒരു ഡയറക്ഷന് മാത്രമേ പ്രത്യേകതയുള്ളൂ. കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിട്ട് വേണം കൊളുത്താനായിട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷമായി. അങ്ങനെ അവർ വിളക്ക് വെക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടോ. അപ്പോൾ കുട്ടി സ്കൂളിൽ പോണ കുട്ടിയാണല്ലോ. അപ്പോൾ എല്ലാ ദിവസവും കുളിച്ച് വന്നിട്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വിളക്ക് വെക്കുക. തലയിൽ ഇങ്ങനെ മുണ്ടൊക്കെ ചുറ്റിയിട്ടോ, അത് തനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് യൂണിഫോമൊക്കെ ഇട്ട് വന്നിട്ടാണ് വിളക്ക് കൊളുത്തുക. അപ്പോൾ കുട്ടിക്ക് ഒരു സംശയം, കാരണം ഞാൻ എങ്ങനെയാണ് വിളക്ക് കൊളുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു, ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് വിളക്ക് കൊളുത്തേണ്ടതെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു മനസ്സിലുള്ള ഓരോരോ സംശയങ്ങളാണ്. അപ്പോൾ ഈ സംശയം വന്നപ്പോഴേ അച്ഛൻ തന്നെ പറഞ്ഞു അത്രേ, എന്നാൽ പിന്നെ ആ വീഡിയോ ചെയ്യണ ചേച്ചിയോട് തന്നെ ചോദിച്ചൂടേന്ന്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് കേട്ടോ, യൂണിഫോം ഇട്ടിട്ട് വിളക്ക് കൊളുത്താനായിട്ട് പാടുണ്ടോന്ന്. കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ പറഞ്ഞു യൂണിഫോം ഇട്ടിട്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ ആ തലയിൽ കെട്ടിവെച്ച തുറച്ചുകൊണ്ടുണ്ടല്ലോ അതങ്ങോട്ട് അഴിച്ചു മാറ്റിക്കൊള്ളാനായിട്ട് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് അത് അറിയില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ അറിയാത്ത നിരവധി പേരുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് എന്നും അറിയാത്തവരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതേക്കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അതായത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മളങ്ങനെ കുളിച്ച് വന്നിട്ട് ആ ഈറനോട് കൂടിയിട്ട് നനഞ്ഞ മുടി ഇങ്ങനെ തോർത്ത മുണ്ടോട് കെട്ടിവെക്കുക, അല്ലെങ്കിൽ ഉണങ്ങിയ മുണ്ടുകൊണ്ട് കെട്ടിവെക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് അഴിച്ചിട്ട് കഴിഞ്ഞാലും നിറയെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ വരുമല്ലോ. അപ്പോൾ ഈ രീതിയിലൊന്നും വിളക്ക് കൊളുത്താനായിട്ട് പാടില്ല. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പിന്നെ ഇന്നത്തെ ഒരു വിശേഷം, ഇന്ന് മകരഭരണിയാണ്. പല ഭഗവതി കാവുകളിലൊക്കെ ഇന്ന് ഉത്സവമാണ് കേട്ടോ. വലിയ കേമായിട്ടൊക്കെയാണ് ആഘോഷിക്കുന്നത്. പിന്നെ ഇന്ന് ചൊവ്വാഴ്ചയും കൂടിയാണ്. അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. സാധിക്കുന്ന എല്ലാവരും ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ, ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ഭാവമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, ഭദ്രകാളിക്ക് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുക. ഇതിപ്പോൾ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാലകൾ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മകരച്ചൊവ്വയുടെ സമയത്ത് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. കടുംപായസം, ചുവന്ന പട്ടൊക്കെ സമർപ്പിക്കുക, തിരുമധുരമൊക്കെ നേദിക്കുക. ഇതൊക്കെ അതുപോലെ ഗുരുതി, ഇതൊക്കെ ഭഗവതിക്ക് വളരെ വിശേഷപ്പെട്ട കാര്യമാണ്. അതൊക്കെ ചെയ്യാം. നന്നായി പ്രാർത്ഥിക്കുക. ഈ വഴിപാടുകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവരെ അവിടെ പോയിട്ടൊന്ന് തൊഴുതാൽ തന്നെ അത്രയേറെ ശക്തി സ്വരൂപിണിയായിട്ടിരിക്കുന്ന ഭദ്രകാളിയാണ്. ഇത് ഭഗവതിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളി, പക്ഷെ മാതൃവാത്സല്യമാണ്. നമ്മുടെ അമ്മയാണ്. അമ്മയെന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരും. എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും ഭഗവതിയുടെ അടുത്ത്
പരിഹാരം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അമ്മമാരുടെ അടുത്ത് പോകുമ്പോൾ അങ്ങനെയല്ലോ, നമുക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളുണ്ടോ, നമുക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, എല്ലാത്തിനും അവിടെ പരിഹാരം ഉണ്ടായിരിക്കും. നമ്മുടെ സ്വന്തം അമ്മമാരുടെ അടുത്ത് നമ്മൾ അങ്ങനെ തന്നെ സങ്കല്പിച്ച് നോക്കി നോക്കൂ. അപ്പൊ അതിനേക്കാളേറെ ആ ഒരു അതേ മാതൃവാത്സല്യം ഉണ്ട്, അതിനേക്കാളേറെ ശക്തിയൊക്കെയുള്ള ഭഗവതിയാണെങ്കിലോ എന്തും അവിടെ അക്സെപ്റ്റബിൾ ആണ്. എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഭഗവതി അമ്മ എടുത്ത് വെക്കും, ഒരു സന്തോഷം പ്രദാനം ചെയ്യും. നമ്മുടെ ഇടത്തരിക്കത്ത് കാവിലമ്മ അതേപോലെയാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോകുക, ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ പോകുക. ഭഗവതി അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ കേട്ടോ. മകരഭരണിയുടെ ആശംസകളൊക്കെ നേരെയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം നന്നായി ഭഗവതി അമ്മേനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഭദ്രകാളി ഭാവത്തെയാണ് ആരാധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ അങ്ങനെയൊക്കെ ചൊല്ലുക. അതൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ദിവസം ചെയ്യുന്നതിൽ കേട്ടോ. പ്രത്യേകിച്ച് അത് വിശേഷപ്പെട്ട ദിവസം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അത് ആചരിച്ചു കഴിഞ്ഞാലുള്ള നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഭദ്രകാളിയുടെ ഭഗവതി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, നല്ലൊരു ദിവസമാകട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം അലങ്കാരം പറയുന്നുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ, ഭഗവതി അമ്മയുടെ, അയ്യപ്പൻ്റെ, ഗണപതിയുടെ ഒക്കെ അലങ്കാരം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ കയ്യിൽ ഒരു താമരപ്പൂ പിടിച്ചിട്ടുണ്ട് വലത്തേ കൈയിലെ, ഇടത്തേ കൈയില് പൊന്നോടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി തൂകി നിൽക്കുന്ന ഒരു പൊന്നുണ്ണികൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല കൗതുകം കണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പുഞ്ചിരിയോട് കൂടിയിട്ടൊക്കെയാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പൊ ഈ താമരപ്പൂവ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. താമരയുടെ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ചെളിയിൽ കൊണ്ടുപോയി ഇട്ടെങ്കിൽ കൂടെ ഒരിക്കലും കൈ വിട്ടില്ല. നമ്മുടെ ഭഗവാൻ അങ്ങനെയാണ്. നമുക്ക് ചെറിയ അഹങ്കാരങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭഗവാൻ മാറ്റിത്തരും പല വഴികളിലൂടെ. പക്ഷെ ഒരിക്കലും നമ്മളെ കൈവിടില്ല ഭഗവാൻ. ഈ താമരപ്പൂവ് ഇങ്ങനെ ഉള്ളം കയ്യിൽ പിടിച്ചതുപോലെ നമ്മളെല്ലാവരെയും കൊണ്ടു നടക്കും. അത്രയും വാത്സല്യ നിധിയായിട്ടുള്ള ഭക്തവത്സരനാണ് നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പൻ കേട്ടോ. അപ്പൊ ആ ഒരു കഥയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വലത്തേ കയ്യിൽ താമരപ്പൂവും ഇടത്തേ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി എന്നുള്ള ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ 3 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം തെച്ചി പൂക്കൾ കൊണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും നന്ദ്യാർവട്ടും 3 നിറങ്ങളുണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണം താമരയുടെ ഇതൾ കൊണ്ടായിരുന്നു മൂന്നാമത്തെ ഒരു തിരുമുടിമാല. 2 ഉണ്ടമാല ഉണ്ടായിരുന്നു. 2 ഉണ്ടമാലയിലും ഒരേ നിറങ്ങളാണ് കേട്ടോ. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചി, തുളസി, താമര ഇതിങ്ങനെ ഇടകലർന്നിട്ടാണ് രണ്ടാമത്തെ ഉണ്ടമാലയിലെ തെച്ചി, തുളസി, നന്ദ്യാർവട്ടം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരേപോലത്തെ നിറങ്ങളാണ്. ആ നന്ദ്യാർവട്ടവും താമരയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള 2 ഉണ്ടമാലകളായിരുന്നു ദേഹത്ത് അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊന്നിൻ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. കാതുകളിലും ഇങ്ങനെ കാതുപൂക്കൾക്ക് പകരമായിട്ട് ഗോപി തിലകം തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നന്നായി പുഞ്ചിരിച്ചു കണ്ട ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഒരു വളയം പോലത്തെ മാലയുണ്ട്, പിന്നെ 2 മാലയുണ്ട്. കഴുത്തിലെ വേറെയും ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 4 ഗോപി തിലകങ്ങളല്ലേ, നല്ല തിളക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന ആ ഒരു സമയത്ത്. പിന്നെ തോൾവളകളുണ്ട്, കൈവളകളുണ്ട്. ഇടത്തെ കൈയിലെ പൊന്നോടക്കുഴൽ പിടിച്ചിട്ട് വലത്തേ കൈയിലെ ഒരു താമരപ്പൂവും കൂടെ ഭഗവാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. യേശോദാമ്മ അരയിൽ കിങ്ങിണിയും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ കുഞ്ഞിക്കാലുകളിൽ നല്ല ഭംഗിയിൽ തിളങ്ങുന്ന മിന്നുന്ന സ്വർണ്ണ തളയും കൂടെ അണിഞ്ഞിട്ടാണ് കേട്ടോ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു നല്ല രസമുള്ള ഒരു ഉണ്ണി, നല്ല സുന്ദരനായിട്ടുള്ള ഒരു പൊന്നുണ്ണിക്കുട്ടൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക ശ്രീലകത്ത്. അങ്ങനെയായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഭഗവാന്റെ പ്രിയപ്പെട്ട ആ പൊന്നോടക്കുഴലും താമരയും പോലെ നമ്മളെല്ലാവരെയും ഭഗവാൻ കൈകളിൽ കൊണ്ട് നടക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും നൽകട്ടെ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അതിന് താമരപ്പൂവും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിയെ നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനാണ്. ഗണപതിക്ക് ചുവന്ന നിറത്തിലാണ് ഉടയാടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്വർണ്ണ നിറത്തിലുള്ള കസവുകളൊക്കെ ആയിട്ടുള്ള ഡിസൈനുകൾ കൂടിയിട്ടുള്ള ഒരു ഉടയാടയാണ്. പിന്നെ കഴുത്തിലൊരു വീതിയുള്ള മാല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതേ മാല തന്നെ അണിഞ്ഞിരിക്കുന്നത് നല്ല ഇഷ്ടമായിട്ട് തോന്നുന്നു. അത് വിടാതെ തന്നെ കഴുത്തിൽ എല്ലാ ദിവസവും ഭഗവാൻ അണിയുന്നുണ്ട്. അതിൽ ചുവപ്പും പച്ചയും കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ട് ചെറിയ വെള്ളമുത്തുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള നല്ല വീതിയുള്ള ഒരു മാലയാണ് കേട്ടോ കഴുത്തിൽ അണിഞ്ഞിരിക്കണേ. പിന്നെ തുമ്പിയിൽ ഒരു ലഡു പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പാപ്പം വേണം എന്ന് പറയാറുണ്ടല്ലോ ഗണപതി, ആ ലഡു പിടിച്ചിട്ടുണ്ട്. പിന്നെ നെറ്റിയിലെ പൊട്ടിന് പകരമായിട്ട് ഈ ചുവന്ന മഴത്തുള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്വർണ്ണ കമ്മൽ, അതാണ് നെറ്റിയിൽ പൊട്ടിന് പകരമായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ് കേട്ടോ ചന്ദനം കൊണ്ട്. അതിങ്ങനെ പൂക്കളുടെ ഓരോരോ ഇതളുകളില്ലേ, അതിങ്ങനെ പല രീതിയിൽ വെച്ചിരിക്കുക. നല്ല ഭംഗിയുണ്ട്. തട്ടായിട്ടല്ല, ഓരോ ഇതളുകൾ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ട് നല്ല വലിപ്പത്തിലുള്ള, അത്യാവശ്യം വലിപ്പത്തിലുള്ള ചാർത്തിയിട്ടുള്ള ഒരു കിരീടമായിരുന്നു.
അതിനൊത്ത് നടുക്കായിട്ട് ഈ കമ്മലിൻ്റെ ഒരു പെയറും കൂടി ഉണ്ടല്ലോ, അത് മഴത്തുള്ളി പോലത്തെ, അത് അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ 2 തോളുകളിലും ഒരു ത്രികോണാകൃതി പോലെയുള്ള ഒരു കമ്മലുണ്ട് കേട്ടോ, 2 തോളുകളിലും വെച്ചിട്ട്. പിന്നെ ഒരു കറുപ്പും വെളുപ്പും കല്ലുകളുള്ള കമ്മലുകൾ അത് രണ്ടും സൈഡിൽ വെച്ചിട്ടുണ്ട്. കാതുകളിലല്ല, ദേഹത്തിന് പുറത്തായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഗണപതിയുടെ ഇന്നലത്തെ അലങ്കാരം. ആ മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഗണപതിയുടെ രൂപമൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ്. ലളിതമായിട്ടുള്ള അലങ്കാരം തന്നെയാണ് ഇന്നലെയും ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. ചുവന്ന നിറത്തിലാണ് പട്ടുടയാട ഉണ്ടായിരുന്നത്. നല്ല തിളങ്ങുന്ന ലേസൊക്കെ, സ്വർണ്ണ നിറത്തിൽ ലേസൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു ഉടയാട തന്നെയായിരുന്നു. കഴുത്തിലെ മാലകൾക്ക് പകരമായിട്ട് സ്വർണ്ണപ്പൊട്ടുകളും സ്വർണ്ണപ്പൂവും കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. 2 സ്വർണ്ണപ്പൊട്ടുകൾ വെച്ചിട്ടുണ്ട്, നടുക്കൊരു സ്വർണ്ണപ്പൂവ്. അതാണ് മാല. അങ്ങനെയാണ് ആ രീതിയിലാണ് സങ്കല്പിച്ചിട്ട് മാല അണിഞ്ഞിരിക്കുന്നത്. പിന്നെ കാതുകളിലെ ചെറിയ സ്വർണ്ണപ്പൊട്ടുകൾ ഉണ്ട് കേട്ടോ, നന്നായി ചെറുതാണ്, 2 എണ്ണം മുകളിലായിട്ടുണ്ട്. പിന്നെ നെറ്റിത്തടത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അലങ്കാരം. നന്നായി ചിരിച്ചിട്ട് തന്നെയാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നെറ്റിയിൽ ഒരു കുഞ്ഞു സ്വർണ്ണപ്പൊട്ട്, വളരെ ചെറിയ ഒരു സ്വർണ്ണപ്പൊട്ടാണ് വെച്ചിരിക്കുന്നത്. കിരീടത്തിന്റെ ഭാഗത്തായിട്ട് ഒരു സ്വർണ്ണപ്പൂവും വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ ലളിതമായിട്ടുള്ള അലങ്കാരം, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഭഗവതി അമ്മേനെ കാണാനായിട്ട്. നല്ല തിളക്കമൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ സുന്ദരിയായിട്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവതി അമ്മയുടെ ആ രൂപമൊക്കെ നന്നായി എല്ലാവരും മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പന്റെ അലങ്കാരത്തിലേക്ക് കിടക്കാം കേട്ടോ. കറുപ്പുടയാട തന്നെയാണ് ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്വർണ്ണ നിറത്തിലുള്ള വലിയ പ്രിന്റുകളോട് കൂടിയിട്ട്. പിന്നെ ദേഹത്ത് കഴുത്തിലായിട്ട് ചെറുതായി ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് 2 മാല അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2ഉം അടുപ്പിച്ച് അണിഞ്ഞിരിക്കുന്നത്, ഒറ്റ മാലയായിട്ടാ തോന്നുക. ഒരെണ്ണം പച്ചപാലക്കയാണ്, അതിന് മുകളിലായിട്ട് സ്വർണ്ണ നിറത്തിൽ കുഞ്ഞൊരു മാല കൂടെ ഉണ്ട്. 2 മാലകൾ അണിഞ്ഞിരിക്കുന്നത്. പിന്നെ കാതുകളിൽ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നന്നായി ചിരിച്ചിട്ടാണ് അയ്യപ്പൻ ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൂവുണ്ട്. പിന്നെ കിരീടം ചന്ദനം കൊണ്ട് ചാർത്തിയിരിക്കുക. അതിന് കുഞ്ഞു കിരീടം തട്ടായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ട് അങ്ങനെ ഓരോ തട്ടുകൾക്ക് മുകളിലൂടെ ഇങ്ങനെ ഒരു സ്വർണ്ണ നൂലല്ല, കുഞ്ഞു 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 മണികൾ ഇങ്ങനെ കുറത്ത പോലത്തെ ഒരു നൂല് പോലത്തെ, അതിങ്ങനെ നമ്മളിങ്ങനെ മാല ബൾബൊക്കെ ഇല്ലേ, അത് അതിൻ്റെ പ്രത്യേകത എന്താ, നിറയെ കുഞ്ഞു കുഞ്ഞു ബൾബുകളാണ്. അങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ, അതേപോലെ കുഞ്ഞു കുഞ്ഞു മണികളിൽ കുറത്തിട്ടുള്ള ഒരു മാല ഈ കിരീടത്തിൻ്റെ ഈ തട്ടുകളിൽ ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അങ്ങനത്തെ അലങ്കാരം ഈയിടെയായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ആ കിരീടത്തിൻ്റെ അലങ്കാരം. അങ്ങനെയാണ് അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും അയ്യപ്പന് മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ നമുക്കിനി തലമുടിയിൽ, അതായത് നനഞ്ഞ തലമുടിയിൽ തോർത്ത് കെട്ടി വെക്കുന്നതിനെ കുറിച്ച് പറയാം കേട്ടോ. അത് പാടില്ല എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഈ തലമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനീശ്വരനാണ്, അതിലുള്ള വെള്ളം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അങ്ങനെയാണ് സങ്കല്പം. ഇവർ 2 പേരും ഒരിക്കലും ചേരില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരുമിച്ച് ആക്കരുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുളി കഴിഞ്ഞ് വരുന്ന ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് വിളക്ക് കത്തിക്കണം, അങ്ങനെയുള്ള ഒരു ചിന്തയായിരിക്കും. അപ്പോൾ ഇതൊന്നും ഒതുങ്ങിയിരിക്കാൻ വേണ്ടി, അതുവരെ ഒതുങ്ങിയിരുന്നോളൂല്ലോ തലമുടി, പിന്നെ സൗകര്യം അനുസരിച്ച് നമുക്കത് ഉണക്കുമോ എന്താ വെച്ചാൽ ചെയ്യാലോ, കെട്ടൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കാന്നൊക്കെ ചെയ്യാലോ. ആ ഒരു ധാരണയിലാണ് ആ മുടി അങ്ങനെ തന്നെ കെട്ടി വെച്ചിട്ട് വിളക്ക് കൊളുത്താനായിട്ട് വരുന്നത്. ചിലർ നനഞ്ഞ തോർത്ത് മുണ്ടുകൊണ്ട് തന്നെ കെട്ടിവെക്കും, ചിലർ ഉണങ്ങിയ തോർത്ത് മുണ്ടുകൊണ്ട് കെട്ടിവെക്കും. പക്ഷെ എങ്ങനെയാണെങ്കിലും അത് പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വേഗം തന്നെ ആ തോർത്തുമുണ്ട് തോർത്തി, അല്ലെങ്കിൽ മുഴുവനായിട്ട് തോർത്തിയില്ല, അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റീറ്റ് വീഴുമല്ലോ, നിലത്തേക്ക് ഇങ്ങനെ ഇറ്റീറ്റ് വീഴും. അതും നല്ലതല്ല എന്ന് പറയാറുണ്ട്. ഈ തലമുടിയിൽ നിന്ന് വീഴുന്ന വെള്ളമാണ്, തലമുടി തന്നെ നിലത്ത് വീണ് കിടക്കാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം അത് മാറ്റണം. വെള്ളവും അങ്ങനെ തന്നെ, അത് പാടില്ല എന്ന് പറയും. അപ്പം അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ശുഭകരമല്ല എന്ന് പറയാറുണ്ട് കേട്ടോ. ശുഭകരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുഭകരമാണ്. അശുഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളെന്നെയല്ല അശുഭം എന്ന് പറയുക, മോശം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മോശം കാര്യങ്ങളൊക്കെ സംഭവിക്കുക, അതാണ് ഐശ്വര്യമൊക്കെ ഇല്ലാതായി പോകും എന്ന് പറയുക, അതാണ് ലക്ഷ്മി കടാക്ഷമൊക്കെ പോകും എന്ന് പറയണത്. ലക്ഷ്മി കടാക്ഷമൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ദാരിദ്ര്യങ്ങൾ, ദുഃഖങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ പണ്ടുള്ളവരെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് ഈ ശനീശ്വരനും ചന്ദ്രനും ആ ഒരു ബന്ധത്തിൽ പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. പിന്നെ ഈ തലമുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റി വീഴുമ്പോൾ അത് ഭൂമി ദേവിയെ ഒരു അനാദരിക്കുന്ന പോലെയാണ്, അങ്ങനെയും കൂടെ പറയാറുണ്ട്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സ്വതവേ ഇപ്പൊ നനഞ്ഞ മുടി കെട്ടിവെക്കാനും പാടില്ല, അതങ്ങനെ അഴിച്ചിടാനും പാടില്ല, കാരണം വെള്ളവും താഴത്തേക്ക് വീഴും. അപ്പൊ ഇത് രണ്ടും ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ചെയ്യേണ്ടത് അതും കൂടെ നമുക്ക് പറയണല്ലോ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം നനഞ്ഞ മുടി നന്നായി തോർത്തിയിട്ട് അതിലൊക്കെ വെള്ളമൊക്കെ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം വേണം വിളക്ക് കൊളുത്താനൊക്കെ ആയിട്ട് വരേണ്ടത്. ഈ പണ്ട് കാലത്തുള്ളവരുടെ മുടിയിൽ നിന്നൊന്നും ഇങ്ങനെ വെള്ളത്തിൽ വീണിരുന്നില്ല. അവരൊക്കെ നന്നായിട്ട് തോർത്തിയിരുന്നു. അവരൊക്കെ കുളിച്ചിരുന്നത് കുളത്തിലാണ്. ഇപ്പം നമ്മൾ സാധാരണ നമ്മുടെ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്നതിനേക്കാളും കുറേ വെള്ളം ഉപയോഗിച്ചിട്ട് അവർ കുളിച്ചിരുന്നത്. എന്നിട്ട് അവർ മുടിക്ക് അങ്ങനെ വെള്ളം വീഴേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നന്നായിട്ട് തല തോർത്തിയിരുന്നു. പിന്നത്തെ ഒരു കാര്യം, എണ്ണയൊക്കെ തേച്ചിരുന്നു കേട്ടോ. ഇന്നത്തെ കുട്ടികൾ എണ്ണയൊന്നും തേക്കില്ല. അതായത് മുടിയൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ കളഞ്ഞിട്ട് നന്നായി ഇങ്ങനെ പറത്തി നടക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെയാണ് അവർ ചെയ്യുക. അപ്പോൾ ഈ എണ്ണയൊക്കെ തലയിൽ ഉണ്ടെങ്കിലും ഈ വെള്ളമൊന്നും താഴെ വീഴാതെ നിൽക്കും. വെള്ളം അങ്ങനെ ഇറ്റിയിട്ട് വീഴൊന്നുമില്ല. തലയിൽ എണ്ണയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ ഒരു ശീലമാണത്. അതായത് ആ ശീലത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ഭക്തിയുടെ അങ്ങനെ ഒരു ഭാഗമല്ല കേട്ടോ. നമ്മുടെ ഒരു ശീലമായിരുന്നു അത് ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്താ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ കുട്ടികളൊന്നും ചെയ്യില്ല. അപ്പൊ അവർക്ക് അത് ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നവരാ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇനി എന്താണ് ഇപ്പൊ ഇങ്ങനെ കെട്ടിവെക്കരുതെന്ന് പറഞ്ഞു അഴിച്ചിടരുതെന്ന് പറഞ്ഞു. പകരം എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. മുടി നന്നായിട്ട് തോർത്തിയിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട് വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരമാണ് പറയാറുള്ളത്. നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ടേ ഡ്രസ്സ് മാറുമല്ലോ, നമ്മൾ വസ്ത്രം മാറണം. അപ്പോൾ ഏത് വസ്ത്രമാണോ നമ്മൾ ധരിക്കുന്നത്, ഇപ്പോൾ മുണ്ടിയും വെഷ്ടിയും ഉടുക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ സാരി ഉടുക്കുന്നവർ, ചുരിദാർ ഇടുന്നവർ, അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ സൗകര്യപ്രദമായിട്ട് അമ്മമാരൊക്കെ മാക്സിയൊക്കെ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഇടുന്നവരുണ്ടായിരിക്കും. ഏത് വസ്ത്രമാണോ അത് അണിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ കാലും മുഖവും കഴുകി വരണം എന്നാ പറയുക. എന്നിട്ടാണ് വിളക്ക് കൊളുത്തുക. ഈ ഒരു കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം തിരുവാതിരയുടെ വീഡിയോ ചെയ്യുന്ന സമയത്തെ തിരുവാതിരയുടെ ആ അനുഷ്ഠാനങ്ങളൊക്കെ പറയുമ്പോൾ തുടിച്ചിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പുതിയ വസ്ത്രം ഉദ്ദേശിച്ച് അലക്കിയ വസ്ത്രം ഉടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും കാലും മുഖമൊക്കെ കഴുകി വന്നിട്ടാണ് പൂജയ്ക്ക് ഇരിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ വസ്ത്രം മാറിയിട്ട് പിന്നെയും കാലും മുഖവും കഴുകണം എന്നാണ് പറയുക വിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട്. എന്നിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മൾ മുടി ഉണക്കിയിട്ട് അല്ലെങ്കിൽ മുടിയിലുള്ള എല്ലാ ജലാംശവും മാറ്റിയതിന് ശേഷം വേണം വിളക്ക് കൊളുത്താനായിട്ട്. അപ്പോൾ നമ്മുടെ ഭഗവാന് അത്ര വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ ശരിക്കും നന്നായി ഒരുങ്ങിയിട്ട്, അതായത് നമ്മുടെ ദേഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ വസ്ത്രങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം മുഴുമിപ്പിച്ചതിന് ശേഷം വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ണെഴുതാം, പൊട്ടുകുത്താം, കുറി വരയ്ക്കാം, അത് നമ്മുടെ അലങ്കാരങ്ങളെല്ലാം ചെയ്തിട്ട് വന്നാൽ മതി. നമ്മൾ നല്ല വൃത്തിയോടുകൂടി വെടിപ്പോടുകൂടി ഐശ്വര്യത്തോടു കൂടി വന്നിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട് എന്നാണ് പറയണത്. അല്ലാതെ ഇങ്ങനെ ഓടിക്കിരച്ച് വന്നിട്ട് വെപ്രാളത്തോടെ വന്നിട്ട് അയ്യോ നേരം വൈകിട്ടുണ്ടോ അങ്ങനെയൊന്നും അല്ല അത് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ചിട്ടയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. നമ്മൾ തിരക്ക് പിടിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുക, മുടിയൊക്കെ നന്നായി തോർത്തുക, എന്നിട്ട് ഒരു പൊട്ടോ കൺമഷിയോ കുറിയോ ഒക്കെ തൊടുക. അത്രയും കാര്യങ്ങൾ നമ്മൾ സാധാരണ എന്താണോ ചെയ്യുന്നത് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് മുഴുമിപ്പിച്ചതിന് ശേഷം വേണം വിളക്ക് കൊളുത്താനായിട്ട് എന്ന് പറയാറുണ്ട് കേട്ടോ. ഇപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിൽ കയറാം, ചായയൊക്കെ ഉണ്ടാക്കാം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സമയത്തൊന്നും നമ്മുടെ തലയിൽ തോർത്തുമുണ്ട് പാടില്ല, നനഞ്ഞ മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉറ്റി വീഴാനായിട്ട് പാടില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? കുളി കഴിഞ്ഞ് വന്നിട്ട് നന്നായിട്ട് തോർത്തുക. ഇപ്പോൾ നനഞ്ഞ മുണ്ട് കൊണ്ട് തോർത്തിയിട്ട് വെള്ളം പോകാത്തവരെ ഉണങ്ങിയ മുണ്ട് എടുത്തിട്ട് നന്നായി തോർത്തുക. എന്നിട്ട് വേണം ഒന്നുകിൽ മുടി കെട്ടിയിടണം കേട്ടോ, മുടി അഴിച്ചിടരുത്. ഇപ്പം അതും ഒരു ഫാഷനാണ് മുടി അഴിച്ചിടുന്നത്. അപ്പോൾ ഒന്നുകിൽ മുടിയുടെ തുമ്പ് കെട്ടിയിടുക, അത്രേ വേണ്ടൂ. അത് അഴിഞ്ഞ് കിടക്കരുത്, നമ്മൾ അലസമായിട്ട് കിടക്കാതിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ മുടിയുടെ തുമ്പ് കെട്ടിയിടുക, അല്ലെങ്കിൽ പണ്ടൊക്കെ ഇങ്ങനെ കുളി കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ പിന്നിടൂലോ, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം മുഴുവൻ വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം വിളക്ക് കൊളുത്താനായിട്ട് എന്നാണ് പറയാറുള്ളത് കേട്ടോ. ജയശ്രീ എന്നൊരു ഭക്ത ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ജയശ്രീ ചേച്ചി 21 അടിപ്രദക്ഷിണം നേർന്നിട്ടുണ്ട്. അത് ചുറ്റമ്പലത്തിൽ ചെയ്യാമോ അതോ പുറത്ത് ചെയ്യണോ, എല്ലാം ഒരുമിച്ചാണോ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതെല്ലാം ചേച്ചിയുടെ പ്രാർത്ഥന പോലെയാണ് കേട്ടോ. സാധാരണ ചുറ്റമ്പലത്തിനകത്ത് പ്രദക്ഷിണ വഴിയിലാണ് അടിപ്രദക്ഷിണം സ്ത്രീകൾ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ചുറ്റമ്പലത്തിലല്ല പുറത്ത് ചെയ്യണം എന്നാണ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അത് കുലപ്രദക്ഷിണമായിട്ടാണ് വരിക. അങ്ങനെയും ചെയ്യാട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ്. പിന്നെ എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്നുള്ളത് അതും ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് തന്നെയാണ്. ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം 21 ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യാം, ബാക്കി ഇനി അടുത്ത തവണ വരുമ്പോൾ ചെയ്യാലോ, അല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ചെയ്യാലോ. അങ്ങനെയൊക്കെയാണ്. അത് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഭഗവാൻ അത് സമർപ്പിക്കുക, 21 ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് എത്ര തവണയായിട്ട് വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാട്ടോ. ഇതൊക്കെ മനസ്സിലാകുന്ന ഭഗവാനായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് കൊടുക്കണമെന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. എത്രയും പെട്ടെന്ന് കൊടുക്കാനായിട്ട് നോക്കുക, ഏത് വഴിപാടാണെങ്കിലും അത്രേ ഉള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ ചുറ്റമ്പലത്തിൽ ചെയ്യുക, അവിടെയാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. പ്രദക്ഷിണ വഴിയിലെ ഇനിയിപ്പോൾ പുറത്ത് ചെയ്യാനാണ് പ്രാർത്ഥിച്ചതെങ്കിൽ പുറത്തും ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. നമ്മൾ പലരും ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ മകരഭരണിയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ഇപ്പോൾ പരദേവതയുടെ ക്ഷേത്രത്തിലാണെങ്കിലും അതേപോലെ തന്നെ ദേശദേവതകളുടെ ക്ഷേത്രത്തിലാണെങ്കിലും അവിടെയൊക്കെ ഭദ്രകാളി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഒരുവിധം ഭദ്രകാളി ക്ഷേത്രങ്ങളായിരിക്കും ഈ കുടുംബക്ഷേത്രങ്ങളൊക്കെ. അതുകൂടാതെ തന്നെ തൊട്ടടുത്ത് തീർച്ചയായിട്ടും ഒരു ഭദ്രകാളി ക്ഷേത്രം അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ പോവുക. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയ്ക്കാണ്, വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അവിടെ പോവുക, പ്രാർത്ഥിക്കുക, ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഇതേപോലുള്ള പുതിയ അറിവുകളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.